ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. അപ്പോൾ മലയാളത്തിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവരെയും വെൽക്കം ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഇതുവരെ പഠിച്ചത് സ്വരാക്ഷരങ്ങൾ പഠിച്ചു, വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, പിന്നെ കുറച്ച് ചിഹ്നങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കുറച്ച് ചിഹ്നങ്ങളും അത് ഉപയോഗിച്ചിട്ട് എഴുതുന്ന വാക്കുകൾ, ഒരുപാട് വാക്കുകൾ പരിചയപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ അതിൻ്റെ കൂടെ ചില്ലക്ഷരങ്ങളും കൂടെ പഠിച്ചിട്ടുണ്ട്. എല്ലാവരും ഇതുവരെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചതെല്ലാം ഓർക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇപ്പം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് കൂട്ടക്ഷരങ്ങളാണ്. ഓക്കെ, എന്താണ് കൂട്ടക്ഷരങ്ങളാണ്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. കൂട്ടക്ഷരങ്ങൾ. ഓക്കെ, എന്താണ് ഈ കൂട്ടക്ഷരങ്ങൾ? ഒരു എക്സാമ്പിൾ പറയാം. ഇക്ക. എങ്ങനെയാണ് ഇക്ക ഫോം ചെയ്യുന്നത്? ക പ്ലസ് ക, ഇക്ക. അതായത് ക വെച്ച് തുടങ്ങുന്ന വാക്കുകൾ നമുക്ക് എഴുതാൻ അറിയാം അല്ലേ. ഇപ്പം എങ്ങനെയാണ്? കാഴ്ച എങ്ങനെ എഴുതുന്നത്? ക എന്നെഴുതി, ഴ എഴുതി, മുകളിൽ ചന്ദ്രക്കല ഇട്ടു, പിന്നെ നമ്മൾ ച. ഇപ്പം കാഴ്ചയായോ? ഇച്ച എന്നാവണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കാഴ്ച ഇങ്ങനെ എഴുതാം. ഓക്കെ, അപ്പം രണ്ട് അക്ഷരങ്ങൾ കൂട്ടി എഴുതുന്നതാണ് കൂട്ടക്ഷരങ്ങൾ. ഓക്കെ, അപ്പം നമ്മൾ ഇക്ക എഴുതിയിട്ടുണ്ട്, അതുപോലെ ഇച്ച അല്ലേ, രണ്ട് ച കൂട്ടിച്ചേർത്തു, പിന്നെ ഇട്ട. ഇച്ച പൂച്ച എന്ന് എഴുതണമെങ്കിൽ ഒരു ച മാത്രം പോരാ. അപ്പം പൂച്ച എന്നാവണമെങ്കിൽ ഇങ്ങനെ എഴുതിയേ തീരും അല്ലേ. അപ്പം നമ്മൾ ഇക്ക പറഞ്ഞു, ഇച്ച പറഞ്ഞു, ഇനി ഇട്ട പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇട്ട വെച്ചിട്ട് എന്താണ് എഴുതുക? ഒരു സ്ഥലത്തിൻ്റെ പേരുണ്ടല്ലോ, പത്തനംതിട്ട. അതിൽ രണ്ട് കൂട്ടക്ഷരം വരുന്നുണ്ട്. പത്തനം തിട്ട, പത്തനം തിട്ട, രണ്ട് കൂട്ടക്ഷരം വരുന്നുണ്ട്. ഒന്ന് ഇത്ത വരുന്നുണ്ട്, തായും തായും, പിന്നെ ഇട്ടായും വരുന്നുണ്ട് അല്ലേ. ട ട. ആദ്യത്തെ എസ് പോലെ എഴുതുന്ന ട ഇരട്ടിച്ചതാണ് ഇട്ട അല്ലേ. അപ്പം ഇത്ത ഇട്ട. അപ്പം നമ്മൾ ഏതൊക്കെ പറഞ്ഞു? ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ. അടുത്തത്. ഓക്കെ, അടുത്തത് ഇപ്പയാണ് വരുന്നത്. ഓക്കെ, അപ്പം നമ്മളെങ്ങനെ എഴുതും? ഇപ്പ എഴുതണം. പ എഴുതി, ഒരു പായും കൂടി എഴുതി. പപ്പടം. എങ്ങനെ പപ്പടം എഴുതുക? പ ഉപ്പ ഡം. കപ്പി. നമ്മൾ കിണറിൽ വെള്ളം കോരാൻ ഉപയോഗിക്കുന്ന കപ്പി. പിന്നെ നമ്മൾ കഴിക്കുന്ന കപ്പ. പപ്പടം, കപ്പി, കപ്പ, പപ്പ അല്ലേ. പപ്പ. അച്ഛനെ പപ്പ എന്ന് വിളിക്കുന്നവരുണ്ട് അല്ലേ. പിന്നെന്താ? സിപ്പപ്പ്. അറിയില്ലേ സിപ്പപ്പ്? സിപ്പപ്പ് ശരിക്കൊരു ഇംഗ്ലീഷ് വാക്കാണ്. ഇപ്പം സിപ്പപ്പ് ഇങ്ങനെ എഴുതാം. പിന്നെ അങ്ങനെ ഇപ്പം വെച്ചിട്ട് നമുക്ക് അപ്പൂപ്പൻ എന്ന് എഴുതാലോ. അപ്പൂപ്പൻ, അപ്പൂപ്പൻ, അപ്പൂപ്പൻ. ഓക്കെ, അടുത്തത് ഇങ്ങ. എന്താ ഇങ്ങ? ങ എങ്ങനെ എഴുതുന്നത്? ങ വെറും ങ, കാക്ക കാക്ക ങ എന്നുള്ള ങ. ഇത് ഈ ങ പ്ലസ് ങയാണ് ഇങ്ങ. ഓക്കെ, പിന്നെ ഇഞ്ഞ. ഇഞ്ഞ അതായത് കഞ്ഞി, കഞ്ഞി അല്ലേ. പഞ്ഞി. എങ്ങനെയാണ് പഞ്ഞി എഴുതുന്നത്? ഇതാ പഞ്ഞി. പിന്നെ എന്താണ് ഇഞ്ഞ? മഞ്ഞൾ അല്ലേ, മഞ്ഞൾ. ഓക്കെ, അപ്പം എല്ലാവർക്കും ഇത്രയും പറഞ്ഞു തന്നത് മനസ്സിലായി. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ചെയ്യുന്നത്, എഴുതാൻ പോകുന്നത് ഇണ്ണയാണ്. ഇണ്ണ, ഇണ്ണ.
കണ്ണൻ, ഉണ്ണിക്കണ്ണൻ അല്ലേ? ഉണ്ണിക്കണ്ണനെ എല്ലാവർക്കും അറിയില്ലേ? കണ്ണൻ. അതുപോലെ മണ്ണ്, കളിമണ്ണ് അല്ലേ? മണ്ണ്, വെണ്ണ. ഉണ്ണിക്കണ്ണനെ ആലോചിക്കുമ്പോൾ തന്നെ എല്ലാവർക്കും വെണ്ണ ഓർമ്മ വരും, വെണ്ണ. പിന്നെന്താ? സണ്ണി. നമ്മുടെ മണിച്ചിത്രത്താഴിൻ്റെ ലാലേട്ടൻ്റെ പേരെന്താ? സണ്ണി അല്ലേ? ഡോക്ടർ സണ്ണി അല്ലേ? അപ്പം ആ സണ്ണിന്ന് ഇങ്ങനെ എഴുതുന്നത്. ഓക്കെ. പിന്നെന്താ? ഇന്ന. ഓക്കെ, ഇന്ന, ഇന്ന അല്ലേ? ഇന്ന എന്നും വായിക്കാം. ഇന്ന, അതായത് മാവേലി മന്നൻ എന്ന് കേട്ടിട്ടുണ്ടോ എല്ലാവരും? മാവേലി മന്നൻ. അതായത് ഓണമൊക്കെ ആവാറായി, മാവേലി മന്നനൊക്കെ വരാറായി അല്ലേ വീട്ടിലോട്ട്. അപ്പോൾ ഇതാ ഈ മാവേലി മന്നൻ എങ്ങനെ എഴുതുന്നത്? മാവേലി മന്നൻ. ഓക്കെ. ഇതാ ഈ വാ മാത്രം എഴുതിയ മാവലി എന്നാവില്ലേ? അപ്പം മാവേലി എന്നാണെങ്കിൽ ഇതാ വേന്ന് വരുന്ന ചിഹ്നമാണിത് കേട്ടോ, മാവേലി മന്നൻ. പിന്നെ സന്നിധാനം, സന്നിധാനം അല്ലേ? സന്നിധാനം. ഓക്കെ, സന്നിധാനം. ഇതാ നമ്മുടെ ശബരിമല സന്നിധാനം എന്നൊക്കെ വാർത്തയിലൊക്കെ കേൾക്കുന്നുണ്ടാവുമല്ലോ. അപ്പോൾ ഇതാണ് ഇന്ന. പിന്നെന്താണ്? സാന്നിധ്യം. എന്താണ്? സാന്നിധ്യം, സാന്നിധ്യം അല്ലേ? സാന്നിധ്യം, അതായത് നമ്മുടെ പ്രസൻസ് എന്നുള്ള ഇംഗ്ലീഷ് വാക്കിൻ്റെ മലയാളമാണ് സാന്നിധ്യം. ഓക്കെ. പിന്നെന്താ? അപ്പം ഇന്ന ഇവിടെ എല്ലാം ഇന്ന ഉപയോഗിച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം ഉമ്മ, അമ്മ അല്ലേ? നമുക്ക് ഉമ്മ എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് അമ്മ, അമ്മ, അമ്മ നമുക്ക് ഉമ്മ തരാറുണ്ട് അല്ലേ? അമ്മ, ഉമ്മ. പിന്നെ സമ്മാനം തരാറുണ്ട്, സമ്മാനം തരാറുണ്ട്. പിന്നെന്താണ്? ഇമ്മിണി അല്ലേ? ഇനി ഇങ്ക, ഇതൊരു കൂട്ടക്ഷരമാണ് കേട്ടോ. അങ്കണം, അങ്കണം, അങ്കണം. അങ്കണത്തൈമാവിൽ നിന്നാദ്യത്തെ പഴം വീഴെ. ഈ മാമ്പഴം എന്ന് പറയുന്ന വൈലോപ്പിള്ളിയുടെ കവിത കേൾക്കാത്തവരാരും ഉണ്ടാവില്ല, ഒരു കുഞ്ഞു മക്കളുണ്ടാവില്ല. അപ്പം അതിൽ അങ്കണം, നമ്മുടെ മുറ്റം അല്ലേ? വീടിൻ്റെ മുറ്റം. ഈ വീടിൻ്റെ മുറ്റത്തിനെയാണ് അങ്കണം എന്ന് പറയുന്നത്. ഇതൊരു കൂട്ടക്ഷരമാണ് കേട്ടോ. ഓക്കെ. പിന്നെ അടുത്തത് ഏതാ? ഇഞ്ച, ഇഞ്ച, ഇഞ്ച. ബെഞ്ച് അല്ലേ? ബെഞ്ച് ഒരു ഇംഗ്ലീഷ് വാക്കാണ്, എന്നാലും മലയാളത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്. ഓക്കെ. വഞ്ചി. പിന്നെന്താണ്? വഞ്ചി. പിന്നെ സഞ്ചി, സഞ്ചി. ഇതൊക്കെ ഇതാ ഇഞ്ച വെച്ച് എഴുതുന്ന വാക്കുകളാണ്. അടുത്തത് ഇണ്ട. കണ്ടോ, കണ്ടോ. ഇതാ കണ്ടോ എന്ന് എങ്ങനെയാണ് ചോദിക്കുന്നത്? കണ്ടോ. ഇതാ ഇണ്ട. പിന്നെ വണ്ട്, വണ്ട് എന്നെങ്ങനെയാണ്? വണ്ട്. ഇതാ ഈ ഒരു ചന്ദ്രക്കല മാറി ഈയുടെ ചിഹ്നം ഇട്ടാലോ? വണ്ടിനായി. ഓക്കെ. പിന്നെന്താ? ചെണ്ട്, ചെണ്ട്. സോറി, ഇന്ത വെച്ച് എഴുതിയാലോ? ഇന്ത. നായും തായും കൂടെ കൂടിച്ചേർന്നു, അതുകൊണ്ട് അതൊരു കൂട്ടക്ഷരമായി മാറി അല്ലേ? ഇന്ത. പിന്നെന്താണ്? ആ ഓന്ത്, ഓന്ത്. ഓന്തിനെ അറിയില്ല എല്ലാവർക്കും? നിറം മാറുന്ന ഓന്തിനെ അറിയാലോ, കണ്ടിട്ടുണ്ടാവും. കുന്തം നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട് അല്ലേ? കുന്തം, ഓന്ത്, കുന്തം. പിന്നെ പരുന്ത് അല്ലേ? പിജിയൻ, പരുന്ത്. പിന്നെ വെന്തു, വെന്തു. എന്ത് വെന്തു? അരി അടുപ്പത്ത് വെച്ചിട്ടുള്ള അരി വെന്തിട്ടുണ്ട്, ആ വെന്തുവിൻ്റെ എന്ത്? ചന്തു. ചന്തുവിനെ അറിയില്ലേ? ചതിക്കാത്ത ചന്തു സിനിമ കണ്ടിട്ടുണ്ടാവുമല്ലോ എല്ലാവരും അല്ലേ? അപ്പോൾ നമ്മുടെ ഉണ്ണിയാർച്ച സിനിമയിലെ ഉണ്ണിയാർച്ചനെ അറിയാം, പഴയ കഥയിലെ കഥാപാത്രങ്ങളാണ് ചന്തു, ഉണ്ണിയാർച്ചയൊക്കെ അല്ലേ? അപ്പം ചന്തു ഇങ്ങനെയാണ് എഴുതുന്നത്. നമ്മുടെ അമ്പ എന്ന് പറയില്ലേ അല്ലേ? നമ്മൾ അമ്പ എന്ന് പറയുന്നുണ്ടോ? പശുവിനെ അമ്പ എന്ന് പറയുന്നവരുണ്ടോ? പമ്പ. അമ്പിളി, അമ്പിളി അറിയാലോ? അമ്പിളി മാമൻ അല്ലേ? അമ്പിളിന്ന് പേരുണ്ട്,
അതുപോലെ അമ്പിളിമാമൻ എന്ന് പറയും അല്ലെ, നമ്മളെ ചന്ദ്രനെ അമ്പിളിമാമൻ എന്ന് പറയും. പിന്നെന്താ കമ്പിളിപ്പുതപ്പ്, അറിയില്ലേ കമ്പിളിപ്പുതപ്പ്. പിന്നെ എന്തായിരിക്കും? കമ്പ് ചുള്ളിക്കമ്പ് എന്നൊക്കെ പറയാം അല്ലേ, കമ്പ്. ഇമ്പ വെച്ചിട്ടുള്ള വാക്കുകൾ കഴിഞ്ഞു. ഞാനിതൊക്കെ റെഫർ ചെയ്യുന്നത് എഞ്ചുവടിയാണ് കേട്ടോ. എഞ്ചുവടി ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള കൂട്ടക്ഷരങ്ങൾ, ചിഹ്നങ്ങൾ ഒക്കെ പരിചയപ്പെടുത്തി തരുന്നത്. ഓക്കെ, എഞ്ചുവടിയാണ് റെഫർ ചെയ്യുന്നത്. അടുത്തത് എല്ലാവരും എഞ്ചുവടി വാങ്ങി വെച്ചോളൂ. നമുക്ക് ബേസിക് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ഇതിലുണ്ടാവും. ഓക്കെ, അപ്പം ഇയ ഒരു യ പ്ലസ് അടുത്ത യ, ഇയ. അതായത് പയ്യൻ അല്ലേ, പയ്യൻ എന്ന് പറഞ്ഞാൽ എന്താ, ചെറുക്കൻ, പയ്യൻ. പിന്നെന്താ, ഇയ വെച്ചിട്ട് ശരശയ്യ. ഓക്കെ, ശരശയ്യ, ഇയ ശരശയ്യ. ഓക്കെ, പിന്നെന്താ അയ്യങ്കാളി. അതെങ്ങനെയായിരുന്നേ, അയ്യൻകാളി. ഓക്കെ, ഇനി അടുത്തത് ഇല്ല ഒരു കൂട്ടക്ഷരാണ്. ല പ്ലസ് ല, ഇല്ല. കല്ല്, എന്താണ് കല്ല്. മഴവില്ല്, എങ്ങനെ മഴവില്ല് തീർന്നേ, മഴവില്ല് എന്ന് എങ്ങനെ എഴുതാം, കല്ല് മഴവില്ല്. എന്താണ് മഴവില്ല്, വില്ല് അല്ലേ, അമ്പും വില്ലും എല്ലാവർക്കും അറിയില്ലേ. പിന്നെ മഴവില്ല്, കല്ല്, ഉല്ലാസം. ഓക്കെ, ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ ഇല്ല വെച്ചിട്ട് എഴുതാം. ഉവ്വ അല്ലേ, ചില കഥകളിലൊക്കെ കാണാറുണ്ട് ഉവ്വ ആ എന്നുള്ള അർത്ഥത്തിൽ, അതേ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഉവ്വ അല്ലേ, ഉവ്വ. ഓക്കെ, അപ്പം ഉവ്വ. പിന്നെ പൂവൻ കോഴിക്ക് ചെറിയ കുഞ്ഞു വാ, ഒരു വാ മാത്രമേ ഉള്ളൂ, ഉവ്വ. പിന്നെ ഇള്ള, രണ്ട് ള കൂട്ടി ചേർക്കുക, ഇള്ള. പിള്ളേര് അല്ലേ, പിള്ളേർ. ഇതൊരു ചില്ലക്ഷരാണ്, ഇതൊരു ചിഹ്നമാണ്, ഇതൊരു കൂട്ടക്ഷരാണ്. ഓക്കെ, കള്ളറിയാലോ, കള്ള്. പിന്നെ ചെള്ള്, പശുവിൻ്റെ ദേഹത്തൊക്കെ കാണുന്ന ചെള്ള്. പിന്നെ വള്ളി അല്ലേ, വള്ളികളുണ്ടാവും, നമ്മൾ നടന്ന് പോകുമ്പോൾ വഴിയരികിലൊക്കെ വള്ളികൾ കാണാറുണ്ട്. പിന്നെന്താ, വെള്ളി അല്ലേ, വെള്ളിയാഴ്ചയുണ്ട്, വെള്ളിയുണ്ട്. ഓക്കെ, വെള്ളിയുടെ മാലയും കമ്മലും പാദസരമൊക്കെ എല്ലാവരും വാങ്ങുന്നുണ്ടാവും അല്ലേ. അപ്പോൾ ആ വെള്ളിയുണ്ട്. അതുപോലെ തന്നെ വെള്ളിയാഴ്ച, ആഴ്ചയും ഉണ്ട്. ഇനി ഇറ്റ എങ്ങനെ എഴുതാം, ഒരു റാ എഴുതി താഴെ ഒരു റാ എഴുതുന്നു. അപ്പം ആദ്യം തന്നെ നമുക്ക് കാറ്റ്, നല്ല തണുത്ത കാറ്റ് അല്ലേ, തണുത്ത കാറ്റ്. പിന്നെ ആറ്റിൻകര. പിന്നെ പാറ്റ. വറ്റ് എന്ന് പറയുന്നത് എന്താ, ചോറ് അല്ലേ, ഒരു വറ്റ് ചോറ് അല്ലേ, വറ്റ്. പിന്നെ ഇത്രയാണ് ഇറ്റ വെച്ചിട്ടുള്ളത്. ഇനി ഇണ്ട, എൻ്റെ, നിൻ്റെ, അവൻ്റെ. ഇണ്ട എങ്ങനെ എഴുതുന്നേ, ഇന്ന് എഴുതി താഴെ ഇങ്ങനെ എഴുതി. ഓക്കെ, അപ്പം എൻ്റെ എങ്ങനെ എഴുതാം, എഴുതി ഇൻ്റെ, എൻ്റെ, നിൻ്റെ, അവൻ്റെ. ഓക്കെ, ഫാൻറ്റം എന്ന് പറയുന്ന സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, ഫാൻറ്റം. ഓക്കെ, മമ്മൂക്കയുടെ ഫാൻറ്റം സിനിമ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇത്രയും കൂട്ടക്ഷരങ്ങൾ, എല്ലാ കൂട്ടക്ഷരങ്ങളും ഞാൻ ഒരുമിച്ചൊന്ന് എഴുതുന്നുണ്ട്, എല്ലാവരും ശ്രമിച്ചോ. തത്ത അല്ലേ, പുത്തൻ, പത്തരമാറ്റ്, പത്ത് അല്ലേ, സത്ത്, സ്വത്ത്. അതുപോലെ ഇത്ത വെച്ചിട്ട് ഒത്തിരി വാക്കുകളുണ്ട്. ഇക്ക, ഇച്ച, ഇട്ട, ഇത്ത, ഇപ്പ പറഞ്ഞു. ഇനി അടുത്തത് ഇങ്ങ, ഇഞ്ഞ.
ഇഞ്ഞ ഇണ്ണ മണ്ണെണ്ണ വെണ്ണ കണ്ണ് ഇണ്ണ കന്ന് ഉമ്മ അമ്മ ഉമ്മ സമ്മാനം അങ്കണം മുറ്റം അല്ലേ ഇഞ്ച ഇണ്ട ഇന്ത ഇമ്പ ഇയ ഇല്ല ഉവ്വ ഉവ് ഇല്ല വെള്ള വെള്ള അല്ലേ വെള്ളയുടെ വെള്ള ഇറ്റ ഇല്ല ഓക്കെ വെള്ള വെള്ളി കള്ള് അല്ലേ അപ്പം ഇത്രയും കൂട്ടക്ഷരങ്ങളുണ്ട് ഓക്കെ. അപ്പോൾ ഈ കൂട്ടക്ഷരങ്ങൾ പഠിച്ചു നമ്മൾ. അതിന് മുൻപേ എന്ത് പഠിച്ചു? ചിഹ്നങ്ങൾ പഠിച്ചു, ചിഹ്നാക്ഷരങ്ങൾ പഠിച്ചു. അതിനു മുമ്പേ വ്യഞ്ജനാക്ഷരങ്ങൾ പഠിച്ചു, സ്വരാക്ഷരങ്ങൾ പഠിച്ചു. ഇത്രയുമായിട്ടാണ് അടിസ്ഥാനമായിട്ട് നമ്മൾ മലയാളം എഴുതാനും വായിക്കാനും അറിഞ്ഞിരിക്കേണ്ടത്. ഇത് മുഴുവൻ അറിയെങ്കിൽ നമ്മൾ തറവായിട്ടുണ്ട്. നമുക്കിനി എഴുതി തുടങ്ങാം. നമുക്കിനി ഏത് വാക്ക് പറഞ്ഞാലും എഴുതാം. ഓക്കെ. നമുക്ക് ഇപ്പം നമ്മൾ അമ്മയോടൊക്കെ സ്കൂളിൽ നിന്നൊക്കെ വന്നിട്ട് സ്കൂളിലുണ്ടായ കാര്യങ്ങളൊക്കെ സംസാരിക്കില്ലേ, ഇനി അതൊക്കെ ഒരു പേപ്പറിൽ എഴുതാൻ ശ്രമിച്ചു നോക്ക് നിങ്ങൾ. ഒന്ന് പേപ്പറിൽ നമ്മൾ ഈ അക്ഷരങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്, ചിഹ്നങ്ങളൊക്കെ പഠിച്ചു, ചില്ലക്ഷരങ്ങൾ പഠിച്ചു, കൂട്ടക്ഷരങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എഴുതാമല്ലോ അല്ലേ. നമുക്ക് ഞാൻ വന്നു അല്ലേ. ഐ കെയും ഇംഗ്ലീഷിൽ എങ്ങനെ പറയും? ഐ കെയും. അപ്പം അതെങ്ങനെ മലയാളത്തിൽ എഴുതുന്നത്? ഞാൻ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ഞാൻ വ്യഞ്ജനാക്ഷരമാണ്. അതുപോലെ തന്നെ എങ്ങനെ എഴുതാൻ കഴിയും? വളരെ എളുപ്പമാണിതാ. ഇതിപ്പം ഞാന്ന് മാത്രമേ ആയിട്ടുള്ളൂ അല്ലേ. ഞാന്നാണെങ്കിൽ ഇതാ ഈ ഒരു ആന്നുള്ള ചിഹ്നം വേണം. ഞാൻ എന്ത് വേണം? ഞാൻ. ഇപ്പം ഞാനായി. ഓക്കെ. ഞാൻ എന്നെഴുതി. വന്നു. പിന്നെന്താണ്? വന്നു. ഫുൾ സ്റ്റോപ്പ് ഇട്ടു. ആരാണ് വന്നത്? ഞാൻ വന്നു. ഇപ്പം ഇവിടെ നമ്മൾ എന്തായാലും ഉപയോഗിച്ച് നോക്ക്. ഇതൊരു വ്യഞ്ജനാക്ഷരമാണ്. ഇത് ആ എന്ന് പറയുന്ന ചിഹ്നമാണ്. ഇത് ചില്ലക്ഷരമാണ് ഇൻ. ഇത് വീണ്ടും ഒരു വ്യഞ്ജനാക്ഷരമാണ് വ. പിന്നെ ഇതൊരു കൂട്ടക്ഷരമാണ് ഇന്ന. ഇതൊരു ചിഹ്നമാണ് ഉ. അപ്പം എല്ലാം നമ്മൾ പഠിച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരൊറ്റ വാക്യത്തിൽ ഉപയോഗിച്ചത് കണ്ടോ? ഞാൻ വന്നു. ഇനിയോ? അവൾ വന്നു. അതെങ്ങനെ എഴുതാം? ആ എഴുതുന്നു. നമ്മൾ സ്വരാക്ഷരമാണ്. വാ എഴുതുന്നുണ്ട്. ഇതാ ഇൾ. ചില്ലക്ഷരം എഴുതി, സ്വരാക്ഷരം എഴുതി, വ്യഞ്ജനാക്ഷരമായ വാ എഴുതി, ചില്ലക്ഷരമായിട്ടുള്ള ഇള്ളെഴുതി. അവൾ വന്നു. അവൾ വന്നു. വാ വീണ്ടും വ്യഞ്ജനാക്ഷരം, കൂട്ടക്ഷരം, ദാ ചിഹ്നം. ഇത് നമ്മൾ ഇതുവരെ പഠിച്ച എല്ലാ സംഭവങ്ങളുടെയും എല്ലാ സംഭവങ്ങളും ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്, ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നു. എഴുതി തുടങ്ങാം. ഞാൻ എവിടെ നിന്ന് വന്നു? സ്കൂളിൽ നിന്ന് വന്നു. ഞാൻ വന്നു എന്നെല്ലാവർക്കും അറിയാം. സ്കൂളിൽ നിന്ന് എങ്ങനെ എഴുതും? സ്. ലി. ഇപ്പം സ്കൂളിൽ നിന്നായി ഇൽ. സ്കൂളിൽ നിന്ന് വന്നു അല്ലേ. ഞാൻ സ്കൂളിൽ നിന്ന് വന്നു. ഓക്കെ അല്ലേ. ഞാൻ ഇവിടെ ഒരു ചിഹ്നം ഉപയോഗിച്ചിട്ടുണ്ട്. ചില്ലക്ഷരമുണ്ട്, ചന്ദ്രക്കലയുണ്ട്, ഊന്നില്ല ചിഹ്നമുണ്ട്, ഈന്നില്ല ചിഹ്നമുണ്ട്, ഇല്ലെന്നില്ല ചില്ലക്ഷരമുണ്ട്, കൂട്ടക്ഷരം എന്ന വന്നിട്ടുണ്ട് രണ്ടിടത്ത്. വീണ്ടും ഊ എന്ന് പറയുന്ന ചിഹ്നമുണ്ട്. ഞാൻ സ്കൂളിൽ നിന്ന് എവിടേക്ക് വന്നു? വീട്ടിലേക്ക് വന്നു. അങ്ങനെ എഴുതിയാലോ അല്ലേ. നമ്മൾ ആദ്യം ഞാൻ വന്നു എന്ന് എഴുതി, അവൾ വന്നു എന്ന് എഴുതി. ഞാൻ എവിടെ നിന്ന് വന്നു? സ്കൂളിൽ നിന്ന് വന്നു. ഓക്കെ. ഇനി ഞാൻ സ്കൂളിൽ നിന്ന് വന്നു. എവിടേക്ക് വന്നു? വീട്ടിലേക്ക് വന്നു. അതാ ഞാൻ എഴുതുന്നുണ്ടോ? ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. ഞാൻ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് വന്നു. ഓക്കെ.
അപ്പോൾ ഇങ്ങനെ നമുക്ക് നിങ്ങളെ മനസ്സിലുള്ള ഞാൻ എൻ്റെ കൂട്ടുകാരിയെ കണ്ടു, അങ്ങനെ കുഞ്ഞു കുഞ്ഞു ഞാൻ കണ്ടു, ഞാൻ വന്നു, ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളൊന്ന് എഴുതി വീട്ടിൽ നിന്ന് പരിശീലിച്ച് നോക്കണം. ഓക്കെ? ആ കുഞ്ഞു വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ്, നിങ്ങൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തത്, അതൊക്കെ കുഞ്ഞു കുഞ്ഞു വാക്യത്തിൽ നിന്ന് തുടങ്ങി വലിയ വലിയ വാക്യത്തിലേക്കാക്കി തുടങ്ങി അങ്ങനെ നമുക്കൊരു പാരഗ്രാഫ് അങ്ങനെ എഴുതി നോക്കണം. ഓക്കെ? ഒരു 4-5 സെൻറ്റൻസ് വരെ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇന്ന് സ്കൂളിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്, ഇതിൽ ക്ലാസ് ടീച്ചർ എന്താ പറഞ്ഞ്, പഠിക്കേണ്ട കാര്യമല്ലാതെ വേറെ എന്ത് കാര്യമാണ് പറഞ്ഞ്, ക്ലാസ് ടീച്ചർ പാട്ട് പാടി തന്നോ, ഡാൻസ് കാണിച്ചു തന്നോ, എന്തൊക്കെ ചെയ്തു ക്ലാസ്സിൽ, എല്ലാവരും സംസാരിച്ചു, എല്ലാവരും മിണ്ടാതിരുന്നോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ പഠിച്ച സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ചിഹ്നങ്ങളും ചില്ലക്ഷരവും ഒക്കെ ഉപയോഗിച്ചിട്ട് എഴുതാനും കൂടെ കഴിയണ്ടേ. അപ്പോൾ എല്ലാവരും 5 വാക്യങ്ങൾ എഴുതി നോക്കുക. ഓക്കെ? നമ്മൾ സ്വയം എത്രത്തോളം പഠിച്ചിട്ടുണ്ട് എന്നതിനൊരു പ്രൂഫാണത്. നമുക്ക് 5 വാക്യങ്ങൾ എഴുതാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതൊക്കെ പഠിച്ചു എന്നതിൻ്റെ അർത്ഥം. ഓക്കെ? അപ്പോൾ നമുക്ക് ഇത്രയും പഠിച്ചിട്ടുണ്ട്. കൂട്ടക്ഷരങ്ങൾ പഠിച്ചു, നമ്മൾ വാക്യം എഴുതി നോക്കിയിട്ടുണ്ട്. ഓക്കെ? നമുക്കിനി അടുത്ത ക്ലാസ്സിൽ പുതിയൊരു ഐഡിയാസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരേക്കും ബൈ, സി യു.